പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് ചർച്ച ചെയ്യപ്പെടാറുണ്ടോ? സാധാരണ പുരുഷന്മാര് അവരുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ സംസാരിക്കാറുണ്ടോ? ശരിക്കും അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കാനോ അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനോ ഉള്ള ഒരു മനസ്സ് നമ്മൾ ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പുരുഷന്മാർക്ക് സ്ത്രീകളെ അപേക്ഷിച്ച് അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും ഒക്കെ പെട്ടെന്ന് അങ്ങ് തുറന്നു പറയാൻ പറ്റില്ല. അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെയാണ്. ഒരു ചെറിയ ആൺകുട്ടി ഉണ്ടാകുമ്പോൾ തന്നെ നീ കരയാൻ പാടില്ല, നീ ആൺകുട്ടിയാണ്, നിനക്ക് കുറെ അധികം റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യാനുണ്ട്, ഇങ്ങനെയെല്ലാം ചെറുപ്പം തൊട്ടേ പറയുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ അവർക്കൊരു സങ്കടം വന്നാൽ ഷെയർ ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. നമുക്ക് എങ്ങനെ പുരുഷന്മാരെ സഹായിക്കാനായിട്ട് പറ്റും? ഒന്നാമത്തെ കാര്യം, അവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റിയ ഒരു ഇടമായി നിങ്ങൾ മാറുക. അവരുടെ സേഫ് പ്ലേസ് ആയിട്ട് മാറാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാതെ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ജഡ്ജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആൺകുട്ടികളെ സംബന്ധിച്ച് ഒട്ടും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം. അപ്പൊ ജഡ്ജ് ചെയ്യുവോ, എന്നെ എങ്ങനെ വിചാരിക്കും എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ക്ഷമയോടെ കേൾക്കുക. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക. ആൺകുട്ടികൾ ആൽഫയാണ്, സിഗ്മയാണ്, വൾണറബിൾ ആവരുത്, ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക. അവർക്കിപ്പോൾ ഒരു തെറാപ്പി ആവശ്യമാണെങ്കിൽ അതിനെ എൻകറേജ് ചെയ്ത് വിടാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് പറയാനുള്ളത് ചെറിയ ആൺകുട്ടികളുള്ള അമ്മമാരോടാണ്. ഈ ചെറിയ ആൺകുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നീ ആൺകുട്ടിയാണ്, നീ കരയാൻ പാടില്ല, നിനക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യാനുള്ളതാണ്, ഇങ്ങനെ പറഞ്ഞ് വളർത്താതിരിക്കുക. ആൺകുട്ടികളാണ്, പക്ഷെ അവർ മനുഷ്യരാണ്. അവർക്ക് ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഉണ്ട്. അത് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കും ഉണ്ട്.